അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദി പ്രവാസിയോട് മറ്റൊരു കാര്യം. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഫാമിലിയായിട്ട് താമസിക്കുന്നവരുണ്ട്, ഫാമിലി അല്ലാതെ താമസിക്കുന്നവരുണ്ട്. ഇപ്പോൾ മാതാവും പിതാവും പിന്നെ ഒരേ സ്പോൺസർഷിപ്പുള്ളവരുണ്ട്, ഒരേ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തം കുട്ടികളെ നാട്ടിൽ നിന്ന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വിസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ പിതാവിൻ്റെ സ്പോൺസർഷിപ്പിലേക്ക് മാറാവുന്നതാണ്. മാതാവിൻ്റെ അല്ല, പിതാവിൻ്റെ സ്പോൺസർഷിപ്പിലേക്ക് മാറാം. അപ്പോൾ അതിനുള്ള എങ്ങനെയാണ് ഒരു ഫീസ് നിരക്ക് എങ്ങനെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിച്ചു. എനിക്ക് പറയാനുള്ളത് ഒരു പിതാവിൻ്റെ ഇക്കാമ എത്ര മാസം വാലിറ്റി ഉണ്ടോ അതിനനുസരിച്ചുള്ള പിന്നെ ലെവി അടക്കണം. പിതാവിൻ്റെ ഇൻഷുറൻസ് ഏതാണെന്ന് വെച്ചാൽ അതേ ഇൻഷുറൻസ് കുട്ടികൾക്ക് എടുക്കണം. അതേപോലെ ഗവൺമെൻറ് ഫീസ് ഒരു കുട്ടിക്കാണെങ്കിൽ 2000, 2 കുട്ടികളാണെങ്കിൽ 4000, ഇങ്ങനെയാണ് ഇതിന് പോവുക. മറക്കണ്ട, കുട്ടികളെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിസിറ്റ് കൊണ്ടുകഴിഞ്ഞാൽ മാതാവും പിതാവും ഇവിടെ ഉണ്ടെങ്കിൽ പിതാവിൻ്റെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറാം. അതിൻ്റെ ഫീസാണ് പറഞ്ഞത്. പിതാവിൻ്റെ ഇക്കാമിൽ എത്ര മാസം വാലിറ്റി ഉണ്ടോ അതിനനുസരിച്ചുള്ള ലെവി കുട്ടികൾക്ക് ഓരോ കുട്ടിക്ക് എടുക്കണം. ഒരു കുട്ടിയാണ് ഒന്നിന്, രണ്ടാണ്. അത് പിതാവിൻ്റെ അതേ ഇൻഷുറൻസ് കുട്ടികൾക്ക് എടുക്കുക. ഗവൺമെൻറ് ഫീസിൽ മാറാനുള്ള ഫീസ്, തനാസിൽ മാറാനുള്ള ഫീസ് 2000. അങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് നിരക്ക്. മറക്കണ്ട. ഇതിൻ്റെ സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.